ബന്ധങ്ങളിൽ വിള്ളലുകൾ വീണതിനു ശേഷം അതൊന്നിപ്പിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ആ വിള്ളലുകൾ വീഴാതിരിക്കാൻ ശ്രമിക്കുന്നത്, അല്ലേ? ഒരു ചില്ലുപാത്രം താഴെ വീണ് പൊട്ടിയാൽ നമ്മളത് എത്രയൊക്കെ വില കൂടിയ പശ വെച്ച് ഒട്ടിച്ചാലും ആ വിള്ളലുകൾ അവിടെ തന്നെ കാണും. പിന്നീട് എപ്പോൾ നോക്കിയാലും നമ്മുടെ കണ്ണ് ആദ്യം മുടക്കുന്നത് ആ വിള്ളലുകളിലായിരിക്കും. നമ്മുടെ ബന്ധങ്ങളും ഇതുപോലെയാണ്. പരസ്പരമുള്ള വാശിയും ഞാനെന്ന ഈഗോയും കാരണം ഒരു തവണ മനസ്സുകൾക്കിടയിൽ വിള്ളലുകൾ വീണാൽ പിന്നീട് അതൊന്നാക്കാൻ നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും പഴയ ആ മനോഹാരിത തിരിച്ചു കിട്ടണം എന്നില്ല. ഉള്ളിലെവിടെയോ ഒരു അപരിചിതത്വം ബാക്കിയാവും. അതുകൊണ്ട് ചെറിയ തെറ്റുകൾ ക്ഷമിച്ചും പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേൾക്കാൻ മനസ്സു കാണിച്ചും നമുക്ക് ആ വിള്ളലുകൾ വരാതെ നോക്കാം. കാരണം ഇല്ലാതാക്കാൻ പറ്റാത്ത ഈഗോയേക്കാൾ വലുതാണ് നമ്മളെ സ്നേഹിക്കുന്ന മനുഷ്യരും അവരുടെ സ്നേഹവും. എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ.